നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ ഫ്രണ്ട്സിന് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോകപ്രശസ്തനായ നാടകകൃത്തായ ഷേക്സ്പിയർ എഴുതിയ 7 ഏജസ് ഓഫ് മാൻ എന്നുള്ള നമ്മുടെ പോയമാണ്. യൂണിറ്റ് 1-ലെ രണ്ടാമത്തെ പോയമാണിത്. ഇപ്പോൾ എല്ലാവരും ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമുമാണ് അല്ലേ. അപ്പോൾ ഈ ഒരു പോയത്തിലൂടെ റൈറ്റർ പറയുന്നത് നമ്മൾ ഹ്യൂമൻ ബീങ്സിൻ്റെ ലൈഫിലെ ഡിഫറെൻറ്റ് സ്റ്റേജസിനെ പറ്റിയിട്ടാണ്. ലൈഫ് ആരംഭിക്കുന്നത് ഈ ഒരു ഇൻഫൻസി സ്റ്റേജിലും എൻഡ് ചെയ്യുന്നത് ഒരു ഓൾഡ് ഏജ് സ്റ്റേജിലുമാണ്. 7 ഏജസ് ഓഫ് മാൻ എന്ന ഈ ഒരു പോയം ശരിക്കും ആസ് യു ലൈക്ക് ഇറ്റ് എന്നുള്ള വില്യം ഷേക്സ്പിയറിൻ്റെ ഡ്രാമയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു എക്സ്ട്രാക്റ്റാണ്. എക്സ്ട്രാക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു വലിയ കൃതിയിൽ നിന്ന് അടർത്തിയെടുത്ത ഒരു ചെറിയ ഭാഗം. ആസ് യു ലൈക്ക് ഇറ്റിലെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സോങ് ആണ് 7 ഏജസ് ഓഫ് മാൻ. അത് നമുക്ക് പഠിക്കാനായി തന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോയം പഠിച്ചു തുടങ്ങിയാലോ. ഓൾ ദ വേൾഡ്സ് എ സ്റ്റേജ് ആൻഡ് ഓൾ ദ മെൻ ആൻഡ് വിമൻ മിയർലി പ്ലെയേഴ്സ്. പോയിട്ട് പറയുകയാണ്, ഈ ലോകമേ ഒരു നാടകവേദിയാണ്. എല്ലാ പുരുഷന്മാരും സ്ത്രീകളും ഇതിലെ അഭിനേതാക്കളാണ്. പ്ലെയേഴ്സ് എന്ന് പറയുമ്പോൾ അഭിനേതാക്കൾ എന്നുള്ള മീനിങ് ആണ്. ദേ ഹാവ് ദർ എക്സിറ്റ് ആൻഡ് ദെയർ എൻട്രൻസസ്. ഓരോ ആളുകൾക്കും അല്ലെങ്കിൽ ഓരോ നടനും നടിക്കും അവരുടേതായ എക്സിറ്റുകളും എൻട്രൻസുകളും ഉണ്ട്. എക്സിറ്റ് എന്ന് പറയുമ്പോൾ പുറത്തേക്കുള്ള വഴിയും എൻട്രൻസ് എന്ന് പറയുമ്പോൾ അകത്തേക്കുള്ള വഴിയുമാണ്. തൻ്റെ റോള് കഴിയുമ്പോൾ, തൻ്റെ ലൈഫ് കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ നിന്ന് പോകണം. പുതിയ മനുഷ്യർ ഈ ലോകത്തിലേക്ക് വരികയും ചെയ്യും. ആൻഡ് വൺ മാൻ ഇൻ ഹിസ് ടൈം പ്ലേസ് മെനി പാർട്സ്. അതുമാത്രമല്ല, ഒരു മനുഷ്യൻ തൻ്റെ ജീവിതകാലത്തിൽ ഒരുപാട് റോളുകൾ പ്ലേ ചെയ്യേണ്ടതായിട്ട് വരുന്നു. നിങ്ങൾ തന്നെ ഇപ്പോൾ പഠിക്കുന്നൊരു ടൈമാണ്. ഈ ഒരു ടൈമിനുള്ളിൽ എത്ര റോളുകൾ നിങ്ങൾ പ്ലേ ചെയ്ത് കഴിഞ്ഞു. നിങ്ങളൊരു കുട്ടിയായി ജനിച്ചു, പലരുടെയും പ്രിയപ്പെട്ടവനായി, നിങ്ങളുടെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഒക്കെ പ്രിയപ്പെട്ട പേരക്കുട്ടിയായി, അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ പ്രിയപ്പെട്ട മകനായി, നിങ്ങളുടെ സിസ്റ്ററിൻ്റെയും ബ്രദറിൻ്റെയും ഒക്കെ പ്രിയപ്പെട്ട സിബ്ലിംഗ് ആയി മാറി, ടീച്ചറിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരായി. അങ്ങനെ എത്ര റോളുകളാണ് ഒരു ലൈഫിൽ നമ്മൾ ഇത്രയും ചുരുങ്ങിയൊരു സമയം കൊണ്ട് നിങ്ങൾ പ്ലേ ചെയ്തത്. കുറേയും കൂടി പോകുമ്പോൾ നമ്മൾ പല റോളുകൾ പ്ലേ ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് റൈറ്റർ ഇവിടെ പറയുന്നത്. ഹിസ് ആക്ട്സ് ബീൻ 7 ഏജസ്. ഇതിനെല്ലാം കൂടി ചേർത്ത് നമുക്ക് 7 ഏജസ് ആയിട്ട് 7 ആക്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിലെ 7 ആക്റ്റുകളിലൂടെ കടന്നു പോകേണ്ടി വരുന്നു എന്നാണ് റൈറ്റർ പറയുന്നത്. ഓരോ ലൈഫ് സ്റ്റേജിനെയും ഓരോ ആക്ട് ആയിട്ടാണ് പറയുന്നത്. അറ്റ് ഫസ്റ്റ് ദ ഇൻഫൻറ്റ് മ്യൂളിംഗ് ആൻഡ് പാക്കിംഗ് ഇൻ ദ നേഴ്സസ് ആംസ്. ആദ്യം നിങ്ങളൊരു ഇൻഫൻറ്റായി, ഒരു ശിശുവായാണ് റോൾ പ്ലേ ചെയ്യേണ്ടത്. നിങ്ങൾ ഒരു നേഴ്സിൻ്റെ, അതായത് നിങ്ങൾ നോക്കി വളർത്തുന്ന ആളാരാണോ അതിനെയാണ്, ആ വ്യക്തിയാണ് നേഴ്സ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ അമ്മയാവാം, അതല്ലെങ്കിൽ ആയയാവാം. അപ്പോൾ ആ നേഴ്സിൻ്റെ കയ്യിൽ മ്യൂളിംഗ് ആൻഡ് പക്കിംഗ്. മ്യൂളിംഗ് മീൻസ് ക്രൈയിങ്, പക്കിംഗ് എന്ന് പറയുമ്പോൾ ഛർദ്ദിക്കുക അല്ലെങ്കിൽ കവിട്ടുക, അങ്ങനത്തെ ഒരു മീനിങ് ആണ്. ഒരു നേഴ്സിൻ്റെ കയ്യിൽ കിടന്ന് കവിട്ടുകയും കരയുകയും ഒക്കെ ചെയ്യുന്ന ഒരു കുട്ടിയായാണ് ആദ്യം നിങ്ങൾ റോള് ആരംഭിക്കുന്നത്. ആൻഡ് ദെൻ വൈനിങ് സ്കൂൾ ബോയ് വിത്ത് ആഷൽ. അതിനുശേഷം നിങ്ങളൊരു വൈനിങ് സ്കൂൾ ബോയ് ആയി മാറും. കരയുകയും പരാതി പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്കൂൾ ബോയ്. സ്കൂളിൽ പോകാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ലാതെ തൻ്റെ ബാഗും എടുത്ത് സ്കൂളിൽ പോകേണ്ടി വരുന്ന ഒരു സ്കൂൾ ബോയ്. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജ് ഇപ്പോൾ റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ LKG-ലും UKG-ലും ഒക്കെ ചേർന്ന സമയത്ത് ഇൻട്രസ്റ്റഡ് അല്ലാതെ പോയ ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. ഇപ്പോഴും സ്കൂളിൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ പോകുന്ന ഒരുപാട് ആൾക്കാരെ ഉണ്ടാവും അല്ലേ. ആൻഡ് ഷൈനിങ് മോർണിംഗ് ഫേസ് ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ അൺവില്ലിംഗ് ടു സ്കൂൾ. രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും, ഒരുപാട് സന്തോഷം ഉണ്ടാവും. പെട്ടെന്ന് സ്കൂളിൽ പോകണം, ഹോംവർക്ക് ചെയ്യണം, ടീച്ചർ വഴക്ക് പറയുന്നൊക്കെ കേൾക്കുമ്പോൾ ആകെ ഡൗൺ ആയി ബാഗൊക്കെ എടുത്ത് ഒരു ഒച്ച എങ്ങനെയാണോ ക്രീപ്പ് ചെയ്യുന്നത്, ഒച്ച എങ്ങനെയാണോ ഇഴഞ്ഞു പോകുന്നത്, അതുപോലെ നിങ്ങളും അൺവില്ലിംഗ് ആയി സ്കൂളിലേക്ക് പോകും. അൺവില്ലിംഗ് എന്ന് വെച്ചാൽ എന്ന് പറയുമ്പോൾ മനസ്സില്ലാതെ, അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ അവനിങ്ങനെ കഷ്ടപ്പെട്ട് സ്കൂളിലേക്ക് പോകുന്നു. ആൻഡ് ദെൻ ദ ലവർ സൈയിങ് ലൈക്ക് ഫേർണസ് വിത്ത് എ വോഫുൾ ബാലഡ് മെയ്ഡ് ടു ഹിസ് മിസ്ട്രസ് ഐബ്രോ. അടുത്ത സ്റ്റേജ് ഒരു ലവറിൻ്റെ സ്റ്റേജാണ്. ഒരു അഡോളസൻസിലേക്ക് എത്തുമ്പോൾ അവനൊരു ലവറായി മാറുന്നു. ലവറിൻ്റെ പ്രത്യേകത എന്താണ്? സൈയിങ് ലൈക്ക് എ ഫേർണസ്. സൈയിങ് എന്ന് പറയുമ്പോൾ നെടുവീർപ്പിടുക, ഫേർണസ് എന്ന് പറയുമ്പോൾ സ്റ്റൗ ആണ്. അങ്ങനെയാണ് ഒരു സ്റ്റൗ ഇങ്ങനെ എപ്പോഴും എരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മനസമാധാനമില്ലാതെ എപ്പോഴും നെടുവീർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലൈഫാണ് ലവറിൻ്റെ ലൈഫ്. നെക്സ്റ്റ് മൊമെൻറ്റ് എന്താകും, എനിക്ക് എൻ്റെ ലവറിനെ മിസ് ചെയ്യുമോ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഓർത്തോർത്തോർത്ത് അവൻ എപ്പോഴും ടെൻഷനിലായിരിക്കും. വിത്ത് എ വോഫുൾ ബാലഡ് മെയ്ഡ് ടു ഹിസ് മിസ്ട്രസ് ഐബ്രോ. അവൻ എപ്പോഴും ഇങ്ങനെ സങ്കടകരമായ, വോഫുൾ മീൻസ് സങ്കടം എന്നുള്ള മീനിങ്ങും ബാലഡ് എന്ന് വെച്ചാൽ സോങ് എന്നുള്ള മീനിങ്ങുമാണ്. അപ്പോൾ സങ്കടകരമായ സോങ് ഒക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടേ നടക്കും അല്ലെങ്കിൽ പാടിക്കൊണ്ടേ നടക്കും. എന്തിനെ പറ്റിയിട്ടാണ്? തൻ്റെ മിസ്ട്രസിനെ പറ്റിയിട്ട്. മിസ്ട്രസ് എന്ന് പറയുമ്പോൾ ലവർ. ഈവൻ മിസ്ട്രസിൻ്റെ ബ്യൂട്ടി അല്ലെങ്കിൽ അവളുടെ ഐബ്രോയെ പറ്റിയിട്ടൊക്കെ കഥകളും പാട്ടുകളും പാടി അവനിങ്ങനെ സങ്കടത്തോടെ നടക്കും. നെക്സ്റ്റ് മൊമെൻറ്റ് എന്ത് നടക്കുമെന്ന് അറിയാതെ. ദെൻ എ സോൾജിയർ ഫുൾ ഓഫ് സ്ട്രേഞ്ച് ഓത്ത്സ് ആൻഡ് ബെയർഡ് ലൈക്ക് പാഡ്, jealous in honor, sudden and quick in quarrel, seeking the bubble reputation even in the cannon's mouth. അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ ആ മെച്ചുവേർഡ് യൂത്ത് സ്റ്റേജാണ്. ആ ഒരു സ്റ്റേജിൽ അവനൊരു സോൾജിയറിനെ പോലെ ആയിരിക്കും. കുറേ പ്രതിജ്ഞകളൊക്കെ എടുത്ത്, ഓത്തെന്ന് പറഞ്ഞാൽ പ്രോമിസസ് അല്ലെങ്കിൽ പ്രതിജ്ഞ എന്നുള്ള മീനിങ് ആണ്, അതൊക്കെ എടുത്ത് താടിയൊക്കെ വളർത്തി, ബേഡഡ് മീൻസ് താടി ദീശ വളർത്തില്ലേ, താടിയൊക്കെ വളർത്തി ഒരു പുള്ളിപ്പുലിയെ പോലെ, പാഡ് മീൻസ് പുള്ളിപ്പുലി, ഒരു പുള്ളിപ്പുലിയെ പോലെ ശൗര്യവും വീര്യവും ഒക്കെ കാണിച്ചുകൊണ്ട് അവനിങ്ങനെ നടക്കും. ജെലസ് ഇൻ ഓണർ. അവൻ എപ്പോഴും ശരിക്കും ഓണർ എന്ന് പറയുമ്പോൾ ബഹുമാനത്തിന് വേണ്ടി ഇങ്ങനെ ജലസി ആയിരിക്കും.
തന്നെ ആര് ബഹുമാനിക്കുന്നുവോ ആ ബഹുമാനം സീക്ക് ചെയ്യാനായി, ബഹുമാനം കിട്ടാനായി അവനിങ്ങനെ അതിനു വേണ്ടി എന്തും ചെയ്തുകൊണ്ടേയിരിക്കും. സഡൻ ആൻഡ് ക്വിക്ക് ഇൻ ക്വാറൽ, അവൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? അവൻ പെട്ടെന്ന് വഴക്കുണ്ടാക്കും. യൂത്ത് സ്റ്റേജിൻ്റെ ഒരു പ്രത്യേകതയാണ് അവർ പെട്ടെന്ന് ദേഷ്യം വരുന്നവരായിരിക്കും, പെട്ടെന്ന് അടിയുണ്ടാക്കുന്നവരായിരിക്കും. അതുപോലെയായി അവൻ മാറും. സീക്കിംഗ് ദ ബബിൾ റെപ്യൂട്ടേഷൻ. റെപ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ പ്രശസ്തി എന്നാണ്. ബബിൾ എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാലോ? കുമിള പോലെയുള്ള പ്രശസ്തിക്ക് വേണ്ടി അവൻ എന്തും ചെയ്യുമെന്നാണ് പറയുന്നത്. ഈവൻ ഇൻ കനോൺസ് മൗത്ത്, ഈവൻ പീരങ്കിയുടെ വായിലേക്ക് പോകുവാൻ വരെ. അതായത് അവൻ എന്തും ചെയ്യും. അതാണ് ആ ഒരു യൂത്ത് സ്റ്റേജിൻ്റെ പ്രത്യേകത. And then justice, in fair round belly, with good cape and lined, with eye severe and beard of formal cut, full of wise sauce and modern instance, and so he plays his part. യൂത്ത് സ്റ്റേജ് കഴിഞ്ഞ് അടുത്ത അവൻ ഒരു ജസ്റ്റിസിൻ്റെ സ്റ്റേജാണ് പ്ലേ ചെയ്യുന്നത്. അതായത് അവനൊരു ന്യായാധിപനെ പോലെ ആകുന്നു എന്ന് പറയുന്നു. ഇത് ജീവിതത്തിലെ പക്വതയുള്ള നമ്മുടെ പ്രായത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഘട്ടത്തിൽ നമ്മൾ ഭയങ്കര അറിവും അതുപോലെ അനുഭവ സമ്പത്തുമൊക്കെ നേടാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഇൻ ഫെയർ റൗണ്ട് ബെല്ലി വിത്ത് ഗുഡ് കേപ്പൺ ലൈൻഡ് എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റേജിൽ അവന് നല്ല, അതായത് കുടവയറെന്നൊക്കെ പറയില്ലേ, അതുപോലെ വലിയ വയറും. എങ്ങനെയാണ് ഈ വയറ് വന്നിരിക്കുന്നത്? ശരിക്കും അവൻ നന്നായി ഫുഡ് കഴിച്ചിട്ടാണ്. വിത്ത് കേപ്പൺ ലൈൻഡ് മീൻസ്, കേപ്പൺ എന്ന് പറയുമ്പോൾ ചിക്കനാണ്. അപ്പോൾ ചിക്കൻ ഫില്ല് ചെയ്ത്, ലൈൻഡ് മീൻസ് ഫിൽഡ് എന്നുള്ള മീനിങ് ആണ്. ചിക്കൻ ഒക്കെ കഴിച്ച് അല്ലെങ്കിൽ നല്ല ഫുഡ് കഴിച്ചിട്ടാണ് അവൻ നല്ല തടിച്ച് കൊഴുത്ത് വരുന്നത്. വിത്ത് ഐ സിവിയർ ബിയേർഡ് ഓഫ് ഫോർമൽ കട്ട്, അവൻ്റെ കണ്ണ് സിവിയർ ആയിട്ടുള്ള കണ്ണാണ്, അതായത് ഗൗരവമുള്ള കണ്ണാണ്. ബിയേർഡ് എങ്ങനെയായിരിക്കും? നീട്ടി വളർത്തിയ താടിയാണ് യൂത്ത് സ്റ്റേജിലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ അതിനൊരു ക്രമമായി വെട്ടി വൃത്തിയാക്കിയൊരു താടിയാണ്. ഫോർമൽ കട്ടിലൊക്കെയുള്ള ബേർഡായിരിക്കും അവന് ഉള്ളത്. ഫുൾ ഓഫ് വൈസ് സോസ് ആൻഡ് മോഡേൺ ഇൻസ്റ്റൻസസ്, അവനിപ്പോൾ നിറയെ വയസ്സായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അവന് വയസ്സായിട്ടുള്ള കാര്യങ്ങൾ അവൻ കണ്ട് അവൻ എക്സ്പീരിയൻസ്ഡും ആണ്. അതുപോലെ തന്നെ മോഡേൺ ഇൻസ്റ്റൻസസ്, പുതിയ പുതിയ എക്സാമ്പിൾസ്, ഇൻസ്റ്റൻസ് എന്ന് വെച്ചാൽ എക്സാമ്പിൾ, അതൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ സ്വാധീനിക്കാനുള്ള കഴിവും അവനുണ്ട്. ജീവിതാനുഭവമുണ്ട്, പുതിയ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള അറിവും അവനുണ്ട്. ആൻഡ് സോ ഹി പ്ലേസ് ഇസ് പാർട്ട്. അങ്ങനെ അവനിങ്ങനെ അവൻ്റെ പാർട്ട് മനോഹരമായി പ്ലേ ചെയ്ത് തീർത്തിരിക്കുകയാണ് ഈ ഒരു സ്റ്റേജിൽ. എൻ്റെ നാലാമത്തെ ഘട്ടമായ പക്വത നിറഞ്ഞ ഈ ഒരു ഘട്ടത്തിൽ, അതായത് നമ്മുടെ പോയറ്റ് പക്വത നിറഞ്ഞ ഈ ഘട്ടത്തെ വിവരിക്കുകയാണ് ചെയ്യുന്നത്. യൗവനത്തിൽ നമ്മൾ ആവേശത്തോടെ എടുത്ത് ചാടുമെങ്കിൽ യൗവനം കഴിയുമ്പോൾ നമ്മൾ ഉത്തരവാദിത്തമുള്ളൊരു മനുഷ്യനായി മാറുകയാണ്. മറ്റുള്ളവരുടെ ബഹുമാനം നേടിയെടുക്കാൻ യൗവനത്തിൽ ശ്രമിക്കുമെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ബഹുമാനം താനേ കിട്ടും. ദി സിക്സ്ത് ഏജ് ഷിഫ്റ്റ്സ് ഇൻ ടു ലീൻ ആൻഡ് സ്ലിപ്പേർഡ് പാന്തലൂൺ വിത്ത് സ്പെക്ടക്കിൾസ് ഓൺ നോസ് ആൻഡ് പൗച്ച് ഓൺ സൈഡ്. ആറാമത്തെ ഘട്ടത്തിൽ മനുഷ്യൻ ശരിക്കും ഓൾഡ് ഏജിലേക്ക് കടക്കുകയാണ്. അവൻ കുടവയറുള്ളവനായിരുന്നുവെങ്കിൽ ഈ ഘട്ടത്തിൽ വരുമ്പോൾ അവൻ്റെ ശരീരം വളരെ മെലിഞ്ഞതായി, ലീനായി മാറുന്നു. അതുപോലെ അവൻ ചെരുപ്പ് ധരിച്ച്, പാന്തലൂൺ എന്ന് വെച്ചാൽ വൃദ്ധനായ മനുഷ്യൻ എന്നാണ്, സ്ലിപ്പേർഡ് എന്ന് വെച്ചാൽ ചെരുപ്പ് ധരിക്കുക എന്നുള്ള മീനിങ് ആണ്. ചെരുപ്പൊക്കെ ധരിച്ച് വളരെ കെയർഫുള്ളായിട്ട് അവനിങ്ങനെ നടക്കുകയാണ്. വിത്ത് സ്പെക്ടക്കിൾസ് ഓൺ നോസ് ആൻഡ് പൗച്ച് ഓൺ സൈഡ്, കണ്ണിൽ കണ്ണടയുമുണ്ട്, കയ്യിൽ ഒരു ചെറിയ പൗച്ചുമുണ്ട്, ഒരു പേഴ്സും ഉണ്ട്. ഹിസ് യൂത്ത്ഫുൾ ഹോഴ്സ് വെൽ സേവ്ഡ് എ വേൾഡ് ടു വൈഡ് ഫോർ ഹിസ് ഷ്രങ്ക് ഷാങ്ക്. യൂത്ത്ഫുൾ മീൻസ് യൗവനം, ഹോസ് എന്ന് വെച്ചാൽ വസ്ത്രം അല്ലെങ്കിൽ കാലുറ. യൗവനകാലത്ത് സൂക്ഷിച്ചു വെച്ചിരുന്ന വസ്ത്രങ്ങൾ ഇപ്പോൾ അവന് വളരെ വലുതാണ്. കാരണം അവൻ്റെ കാലുകൾ മേലിഞ്ഞ് ചെറുതായിരിക്കുന്നു. ഷ്രങ്ക് എന്ന് വെച്ചാൽ ചുരുങ്ങുക, ഷാങ്ക് എന്ന് വെച്ചാൽ കാല് എന്നുള്ള മീനിങ് ആണ്. യൗവനകാലത്തിൽ സൂക്ഷിച്ചു വെച്ച കുറേ ഡ്രസ്സസ് ഉണ്ട്, ഇപ്പോൾ ധരിക്കാൻ അവന് പറ്റില്ല, കാരണം അത് വളരെ വലുതാണ്. ഇപ്പോൾ അവൻ വളരെ ലീനായി മാറിയിരിക്കുന്നു. ആൻഡ് ഹിസ് ബിഗ് മാൻലി വോയിസ് ടേണിംഗ് അഗെയിൻ ടുവേർഡ്സ് ചൈൽഡിഷ് ട്രബിൾ പൈപ്സ് ആൻഡ് വിസിൽസ് ഇൻ ഹിസ് സൗണ്ട്. ഒരിക്കൽ വളരെ മാൻലി ആയിരുന്ന, വളരെ പൗരുഷം നിറഞ്ഞ അവൻ്റെ ശബ്ദം ഇപ്പോൾ എന്തായി മാറിയിരിക്കുന്നു? ചൈൽഡിഷ് ട്രബിൾ, കുട്ടിയുടെ നേർത്ത ശബ്ദം പോലെ ആയിരിക്കുന്നു. ട്രബിൾ മീൻസ് നേർത്ത ശബ്ദത്തെയാണ്, ക്ലിയർ അല്ലാത്ത നേർത്ത ശബ്ദത്തെയാണ് പറയുന്നത്. പൈപ്പ് ആൻഡ് വിസിൽ എന്ന് വെച്ചാൽ അത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അതിൽ നിന്ന് വരുന്ന ശബ്ദത്തിലുണ്ടാവുന്ന മാറ്റം പോലെ ഏറിയും കുറഞ്ഞുമൊക്കെ ആയിരിക്കും ഇപ്പോൾ അവൻ സംസാരിക്കുന്നത്. ലാസ്റ്റ് സീൻ ഓഫ് ഓൾ ദാറ്റ് എൻഡ്സ് ദി സ്ട്രേഞ്ച് ഇവൻറ്റ്ഫുൾ ഹിസ്റ്ററി. ജീവിത നാടകത്തിലെ അവസാനത്തെ രംഗമാണ് ഈ സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്ന രംഗം. നിരവധി സംഭവങ്ങൾ നിറഞ്ഞ മനുഷ്യജീവിതം ഇവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. സ്ട്രേഞ്ച് ഇവൻറ്റ്ഫുൾ ഹിസ്റ്ററി എന്ന് വെച്ചാൽ നിരവധി സംഭവങ്ങൾ നിറഞ്ഞ സംഭവബഹുലമായ നമ്മുടെ ജീവിതം. ഇസ് സെക്കൻഡ് ചൈൽഡിഷ്നെസ്, ഇതാണ് നമ്മുടെ വീണ്ടും കുട്ടിത്തം വരുന്ന നമ്മുടെ ആ ഒരു സ്റ്റേജ്. ആൻഡ് മിയർ ഒബ്ലിവിയൻ, ഒബ്ലിവിയൻ മീൻസ് മറവി. ഈ ഘട്ടത്തിൽ നമ്മളൊരു കുട്ടിയെപ്പോലെ ആവുന്നു, ഓർമ്മശക്തി നഷ്ടപ്പെടുകയും ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥയിലേക്ക് വരുന്നു. സാൻസ് ടീത്ത്, സാൻസ് ഐസ്, സാൻസ് ടേസ്റ്റ്, സാൻസ് എവറിത്തിങ്. സാൻസ് മീൻസ് വിത്തൗട്ട്, ഇല്ലാതെ എന്നുള്ള മീനിങ് ആണ്. നമുക്ക് പല്ലുകളും കണ്ണുകളും, അല്ലെങ്കിൽ കണ്ണുകളിൽ കാഴ്ച ഉണ്ടാവുന്നില്ല, പല്ലുകൾ ഉണ്ടാവില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല, ഒന്നും തന്നെ ഇല്ലാതെ ആയി മാറുകയാണ് നമ്മൾ ഈ ലാസ്റ്റ് സ്റ്റേജിൽ. ഷേക്സ്പിയർ ശരിക്കും മനുഷ്യജീവിതത്തിൻ്റെ അവസാനത്തെ 2 ഘട്ടങ്ങളായ വാർദ്ധക്യവും അതുപോലെ മരണത്തിന് മുന്നേയുള്ള ഒരവസ്ഥയുമാണ് ഇവിടെ പറയുന്നത്. ജീവിതം ഒരു നാടകമാണെന്നും ഓരോ മനുഷ്യനും വ്യത്യസ്ത വേഷങ്ങളിലൂടെ കടന്നു പോകുമെന്നും പോയറ്റ് പറയുകയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു പോയം, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്